അവർ രണ്ടുപേരും ഇതിൻ്റെ ശരിക്കും തീവ്രത നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും എല്ലാവരും ഇന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയത്. ഞങ്ങളിത് നടന്ന കാര്യങ്ങളും അതിൻ്റെ ഇതോടുകൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് അവതരിപ്പിച്ചത്. പക്ഷെ അത് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇങ്ങനെ നമ്മുടെ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിലും അത് സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കോർപ്പറേറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് മോള് ജോലി ചെയ്തിരുന്ന ഇവൈ ഇന്ത്യയിലാണ്. നേരെ മറിച്ച് യൂറോപ്പിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആ ലേബർ റൂൾസ് സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു നിശ്ചിത സമയത്ത് ജോലി ചെയ്താൽ മതി, സാറ്റർഡേ സൺഡേ അവധി കിട്ടും. ഇവിടെ നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, സാറ്റർഡേയും സൺഡേയും ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും പറഞ്ഞത് ഇതിപ്പോൾ ഈ പ്രശ്നം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് തണുത്ത് വരും. അതങ്ങനെ തണുത്ത് ഇത് പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്നു, ഹൈബിയുടെ MP ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ തന്നെ ഇത് അവതരിപ്പിച്ചിട്ട് അത് സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഒരു ഉറപ്പാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സംസ്ഥാന മന്ത്രിയും പറഞ്ഞേക്കണ ആ രീതിയിലുള്ള ആണ് മുമ്പോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞങ്ങളെ നിയമ നടപടികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഞങ്ങൾ ശരിക്കും ഇതൊരു ചെയർമാൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ ചെയർമാൻ അയച്ചത്. പക്ഷെ ചെയർമാനും അവിടുത്തെ ഒഫീഷ്യൽസിനും അയച്ചു കൊടുത്തതിൽ അവരുടെ കയ്യിൽ നിന്നാണ് ഈ ലെറ്റർ ലീക്ക് ചെയ്തു പോയി മറ്റ് മീഡിയകളിലൊക്കെ കിട്ടിയത്. അതായത് അത് ലീക്ക് ചെയ്ത് പോയിട്ടാണ് ഇത്രയധികം ഒരു പബ്ലിക് അറ്റൻഷനും മീഡിയയുടെ അറ്റൻഷനും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കിട്ടിയിരിക്കുന്നത്. അതൊത്തിരി നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആ ലീക്ക് ചെയ്ത് പോയത് ആരായാലും ലീക്ക് ചെയ്ത് പോയത് ഒത്തിരി നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി വേറൊരാളുടെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പം എൻ്റെ മോള് CA പാസ്സായി, അവളുടെ വലിയ അംബിഷനായിരുന്നു CA പാസ്സാകുക എന്നുള്ള. CA പാസ്സായി ബിഗ് 4 കമ്പനിയിലായിരുന്നു ജോലി ചെയ്യണമെന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം. അതും അവൾ നേടിയെടുത്തു. പക്ഷെ ആ ബിഗ് 4 കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ടുള്ള വളരെ കുറച്ചൊരു കാലയളവ് അവൾക്ക് കിട്ടിയുള്ളൂ. കഷ്ടി 4 മാസം കൊണ്ട് തന്നെ അവൾ ആ ജോലി ചെയ്ത് മരിക്കേണ്ടി വന്നു അവിടെ തന്നെ.